ഇതാണ് നമ്മുടെ ട്രെയിൻ ലോകശക്തി എക്സ്പ്രസ്. അതുപോലെ തന്നെ അത് യോഗ എക്സ്പ്രസ് ആയിട്ട് ഓടുന്നുണ്ട്. ഹരിദ്വാർ യോഗ ഹരിദ്വാർ അങ്ങനെ യോഗ ഋഷികേശ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടും പോകുന്നുണ്ട് ഇത്. അതായിരിക്കും അഹമ്മദാബാദിൽ നിന്ന് അടുത്ത ജേണി ആയിട്ട് അത് പോകുന്നതായിരിക്കാം. 2 റൂട്ടിൽ ഓടുന്നുണ്ട് ഈ സെയിം ട്രെയിൻ. അതാ ബാന്ദ്ര സെൻട്രലിൽ നിന്ന് ബാന്ദ്ര ടെർമിനസിൽ നിന്ന് 2297 അഹമ്മദാബാദിൽ പോകും. അഹമ്മദാബാദിൽ നിന്ന് 19031 യോഗ നഗരി ഋഷികേശിലേക്ക് പോകും. നമ്മുടെ ട്രെയിൻ എടുത്തു 7:40 ടൈം. നമ്മളവിടെ അഹമ്മദാബാദിൽ 4 മണിക്കെത്തും, പുലർച്ചെ 4:10. എത്രയും ലേറ്റായി അത്രയും നല്ലത്. കാരണം നമ്മുടെ റൂം ചെക്കിൻ ടൈം 12 മണിയല്ലേ. ബാന്ദ്ര ടെർമിനസിൽ വിടാം. പിന്നെ ഒരിക്കൽ കാണാം കേട്ടോ. ചുറ്റുവട്ടമൊന്നും അത്ര ഡെവലപ്ഡ് അല്ല ബാന്ദ്രയുടെ, ഒരു ചേരി പോലെയാണ് ഈ ഏരിയ മുഴുവൻ. അവിടെ വലിയ ഫാനുണ്ട്, നമ്മൾ ചെന്നൈയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. നല്ല കാറ്റാണ് അതിന് അടിയിൽ. അന്തേരി സ്റ്റേഷനെത്തി. നല്ല തിരക്കാണല്ലോ ഇവിടെ. എതിൽ കയറാനാണോ ഈ ആൾക്കാരൊക്കെ? ഇതൊക്കെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെയാണോ? ആൾക്കാരതൊക്കെ എന്ത് ഉദ്ദേശിച്ചാണ് ഇതിൽ കയറിയേക്കണമെന്ന് മനസ്സിലാണല്ലോ. ഇതൊക്കെ ജനറലിൻ്റെ ടിക്കറ്റ് കൃത്യം 8 മണിക്ക് അന്തേരിയിൽ നിന്ന് ട്രെയിൻ എടുത്തു. എൻ്റെ ഈ കോച്ചിൽ ഒത്തിരി പേര് കയറിയിട്ടുണ്ട്. ഒക്കെ ജനറലാണ്, ഉറപ്പല്ലേ റിസർവേഷൻ കോച്ചിൽ. ഇതൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ? എട്ട ബോറിവലി സ്റ്റേഷനിലെത്തി. ഇവിടെയും നല്ല ആൾക്കൂട്ടമുണ്ട്. അവിടെ ഓരോന്നിൻ്റെയും വില ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായ 5 രൂപയ്ക്കോ? അതേത് ചായ? ട്രെയിൽ ആഹാർ. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ. ദഹിസാർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. എല്ലായിടത്തും നല്ല ഡെക്കറേഷൻസ് കാണുന്നത്. അതൊരു ഹോട്ടലായിരുന്നല്ലോ, ബാർബിക്യൂ നൈറ്റ്സ്. ഈ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ കാണുമ്പോഴേ ചിന്തിച്ച് നോക്കി, മുംബൈയിൽ 2 കോടിക്ക് മുകളിൽ ആൾക്കാരാണ് തിങ്ങി ഞെരുങ്ങി കഴിയുന്നത്. നല്ല സൊഫാല. ഇതൊന്നും സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനുകളാണ്. ഇത് ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷനായിരിക്കും. ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണല്ലോ. വലിയ വലിയ കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങിയത് കണ്ടിട്ട് കുറച്ചും കൂടി ഒരു പ്രീമിയം സ്ഥലമാണെന്ന് തോന്നുന്നു. വിരാർ. ഈ സ്റ്റേഷൻ്റെ പേര് വിരാർ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ, വിരാർ. ഇത് പൽഘാർ. 9:27 പൽഘാർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോപ്പുണ്ട്. കുറേ പേര് ഇവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ട്രെയിൻ മുഴുവൻ തിക്കി എനിക്ക് ആൾക്കാരാണ്. 9:27 പാൽഘർ. ബോയ്സർ എന്നുള്ള സ്റ്റേഷനെത്തി. സമയം 9:39 എത്തിയത്. ഏകദേശം ആദ്യം കയറി ജനറലുകാരൊക്കെ ഒരുമാതിരി ഇറങ്ങി. ഇപ്പം അധികം പേരൊന്നുമില്ല. അത്രമാരെ ശരിക്കും വീർപ്പ് കൂട്ടിയായിരുന്നു വരുന്നത്. 10 രൂപയ്ക്ക് ചായ മേടിച്ചതാണ്. ഇത് അളവ് കുറവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ചായ വലിയ പ്രശ്നമില്ല. സമയം 10 മണിയായി. ദഹാലി റോഡ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ഈ സ്റ്റേഷനുകളെ കുറിച്ചോ അല്ലെങ്കിൽ പോകുന്ന റൂട്ടിനെ കുറിച്ചോ. നോർമൽ റൂട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ഇന്ന സ്റ്റേഷനാണെന്നും ഇന്ന സമയമാണെന്നൊക്കെ പറയുന്നത്. അംബർഗാവോൺ അങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ എന്നറിയില്ല.
ഉമ്മർഗാവൺ റോഡ്. കാര്യമായ വെട്ടം വിളിച്ചു. ഇവിടെ കുറച്ച് ലൈറ്റുണ്ട്. വളരെ പഴയ, അധികം ആൾക്കാർ ഉപയോഗിക്കാത്ത ഒരു സ്റ്റേഷൻ പോലെ തോന്നുന്നു. ആ ഷോപ്പൊക്കെ ശരിക്കും റണ്ണിങ് ആണോ, ഓ ഈ ടൈം ആയതുകൊണ്ട് ക്ലോസ് ചെയ്തതാണോ എന്നറിയില്ല. ഇതൊന്നൊരു ട്രെയിൻ ഇടയ്ക്കിട്ട് കുതിക്കണേ, കുതിര ചിഹ്നം വിളിച്ച് ചാടുന്ന പോലെ. ഏത് ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ടൊക്കെയാണല്ലോ പോസ്റ്റാക്കിയ. എന്താ ഉള്ളത് ഈ സ്റ്റേഷനിൽ? അവിടെ ഉണ്ടോ ഒരു ചെടി, ഉറച്ചിട്ടറിയാം. വാപ്പി 1056 വാപ്പി. വാപ്പി എന്ന് കേട്ടിട്ടുണ്ട്. വാപ്പി എന്താണാവോ? ഇത് മഹാരാഷ്ട്രയാണോ അതോ ഗുജറാത്താണോ? ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കെപ്പോഴും നമ്മൾ ഗുജറാത്തിൽ കൂടെ കയറിയിട്ട് വീണ്ടും മഹാരാഷ്ട്രയിൽ പോയോ? അതാരവിടെ മൂടിപ്പോച്ചിക്കണം പറഞ്ഞത്? ഹിന്ദിയിൽ വാപ്പി, അടിയിൽ ഇംഗ്ലീഷായിട്ട് മുകളിലുള്ള ഏത് പക്ഷേ മറാത്തിയാണോ ഗുജറാത്തിയാണോ ഒരു ഐഡിയ ഇല്ല. സ്റ്റേഷൻ്റെ പേര് വൽസാഡ്. വൽസാഡ്, ഓ വൽസാഡ്. എന്തിനാണ് വലിയ ആവശ്യമില്ലാത്ത സ്റ്റേഷനിലൊക്കെ വണ്ടി കൊടുക്കണം? നേരെ കൂടെ പോകാൻ പാടില്ലേ? ഉള്ള നേരത്തെ നമുക്ക് സ്റ്റാഫൊക്കെയായിരുന്നു, അഹമ്മദാബാദൊക്കെയായിരുന്നു. അപ്പോൾ ഏത് ട്രെയിൻ അവിടെ കിടക്കണം? മുംബൈ അമൃത്സർ. ഡൽഹി നമ്മളും പോകുന്നുണ്ടല്ലോ അമൃത്സർ. ഇപ്പോൾ എന്തായിരിക്കും അവിടുത്തെ തണുപ്പ്? നമ്മൾ ജയ്പൂർ ചെന്നിട്ടാണ് അമൃത്സർ പോണത്. ഗോൾഡൻ ടെമ്പിൾ മെയിലിംഗും കൂടിയുണ്ട് അതിൻ്റെ പേരിൽ. സമയം ഇപ്പോൾ 2:30. നമ്മൾ വഡോദരയെത്തി. ഇത് അരമണിക്കൂർ വേണ്ട അഹമ്മദാബാദ് എത്താൻ. ഭയങ്കര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും കാലാവസ്ഥ കുറച്ച് ചില്ലിങ് ആയിട്ടുള്ളൊരു വെതറാണ്. നമ്മളങ്ങനെ ഗുജറാത്തിലെത്തി. മണിനഗർ, ഗാന്ധിജി ജനിച്ച നാട്, മോദിജിയുടെയും നാട് അല്ലേ ഗുജറാത്ത്. മണിനഗർ കഴിഞ്ഞു. ഇനി 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട്, ഇപ്പോൾ അതിന് നേരത്തെ എത്താൻ പറയാൻ പറ്റില്ല. ഇതിൻ്റെ അധികം ദൂരമില്ല അഹമ്മദാബാദിലേക്ക്. ഒരു 4 ട്രെയിൻ അതുവഴി പോകുന്നുണ്ട്. ജോധ്പൂർ. സമയം 5:30 കഴിഞ്ഞോളൂ. പക്ഷേ ഇരുട്ടി, നേരെ അങ്ങ് ഇരുട്ടി. മൂടൽമഞ്ഞ് കാരണം കാഴ്ചയും കുറവാണ്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ. പാറ്റ്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ആ ഹനുമാൻ മന്ദിരവും ഹനുമാൻ ക്ഷേത്രവും അതെ, അതുപോലെ സീരിയൽ വെള്ളപ്പൊക്കെ കിട്ടണാക്കിയിട്ടുണ്ട്. ഇതന്നെ സ്റ്റേഷൻ്റെ അകത്ത് മഴയോ എന്തോ സംഭവം അവിടെ ലീക്ക് ചെയ്ത കേട്ടോ. അത് വെള്ളച്ചാട്ടനുണ്ടോ? എന്തായാലും നമുക്ക് റാഞ്ചിക്ക് ട്രെയിനിൽ തന്നെ പോകാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം റൂം ചെക്ക് ഇൻ 12 മണിക്കല്ലേ. അപ്പോൾ അതുവരെയുള്ള ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇപ്പോൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാമല്ലോ. പിന്നെ ആ ട്രെയിൻ വരാൻ 2 മണിക്കൂർ ലേറ്റാണ്. പക്ഷേ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഇതുവരെയായിട്ട് പുറപ്പെട്ടിട്ടില്ല. തണുപ്പ് തന്നെ ഉണ്ടോ? വായിന്ന് സിഗരറ്റ് വലിച്ച് വിടുന്ന പോലെ പോകാം. ഒരു വന്ദേ ഭാരത് വന്ന് കിടക്കുന്നുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. IR 235392 പാറ്റ്ന ജംഗ്ഷൻ വെൽക്കംസ് യു. മൂടൽമഞ്ഞ്. അവിടെ ക്ഷേത്രത്തിൽ എന്തോ പൂജ നടക്കുന്നുണ്ട്. ശബ്ദം കേൾക്കാം. ജോൺ അബ്രഹാം. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 10-ലാണ് വരുന്നത്. 11:28 ആവുമ്പോഴായിരിക്കും, അതാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും 10-ലേക്ക് പോയി ഇരിക്കാം. മുട്ടുക്കത്തെ തണുപ്പായിരിക്കും. ഇത് വേറെ ഏതോ ട്രെയിനാണല്ലോ, 3 മണിയുടെ ട്രെയിനാണ്. നമ്മുടെ ട്രെയിനിൻ്റെ താഴെ വല്ല ഉണ്ടാവും. ഒന്നാമത് അനൗൺസ്മെൻറ്റ് മറ്റേ ഇതിലാ. അതെ, നമ്മുടെ ട്രെയിൻ 18623 IPR ഹത്തിയ എക്സ്പ്രസ് അറൈവൽ 11:28, പ്ലാറ്റ്ഫോം നമ്പർ 10-ലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ 10-ൽ ഇപ്പോൾ നിലവിലൊരു ട്രെയിൻ നിർത്തിയിട്ടേക്കുക.
ചിലവ് കൊണ്ട് 9 വരുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇപ്പം നേരെ ഈ ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ട്രെയിൻ ഏതിൽ വന്നോ ഏത് പ്ലാറ്റ്ഫോമിൽ വന്നോ അങ്ങോട്ട് പോവാം. ഹിന്ദിയിൽ മാത്രമേ അനൗൺസ്മെൻ്റ് ഉള്ളൂ. അത് 8-ൻ്റെ പണിയാണത്. ചിലതൊന്നും മനസ്സിലാവുന്നില്ല. സംഭവം ഹിന്ദിയിലുള്ള അനൗൺസ്മെൻ്റ് ആണെങ്കിലും ഏതാണ്ടൊക്കെയാണ് പറയണത്. ഒരു വ്യക്തതയില്ലാത്ത തരത്തിലുള്ള സംസാരമാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അനൗൺസ്മെൻറ്റ് രീതിയൊക്കെ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കടന്നിരുന്ന ട്രെയിൻ നീങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വരേണ്ട ട്രെയിൻ ഉടനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതായിരിക്കണം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇനി കോച്ച് എവിടെയൊന്നും കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ ലോക്കോ പോകുന്നത് കണ്ടോ? എൻ്റെ അമ്മ കാറ്റടിച്ചു. RMS ഇതൊക്കെ ഇപ്പോൾ ഏത് കോച്ച് ഏതാണെന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഏതാ? സെക്കൻഡ് ക്ലാസ്. എന്തൊരു ഫൗൾ സ്മെല്ല് പുറത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെ അവസാനം ട്രെയിൻ വന്ന് കയറിയിരുന്നു. വിൻഡോ സീറ്റാണ്. കുറച്ചേരൊക്കെ വീഡിയോ എടുത്ത് നോക്കാം. ഉറക്കം വരുമ്പോൾ കയറി കിടന്ന് ഉറങ്ങും ചെയ്യാം. ട്രെയിൻ എടുത്തു. ഇവിടെ ഒരു ടേണാണ്. പോലെ വളഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്ത് വരുന്ന സ്റ്റേഷൻ പുൻപൂൻ. അത് പൺപണ്ണാണെന്നറിയില്ല. പിന്നെ നഡ്വാൻ, തരിഗ്ന, നഡൌൾ, ജഹാനാബാദ്, മക്തുംപൂർ, ഗയ ജംഗ്ഷൻ, പഹർപൂർ, അങ്ങനെ അങ്ങോട്ട് പോകും. ലേറ്റായിട്ട് എത്തിയാൽ മതി. ഒരു 11 മണി 12 മണി എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് വേറെ റിട്ടേൺ റൂമൊന്നും എടുക്കണ്ട. നേരെ നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. സമയം ഇപ്പോൾ 1:30 തരഗ്ന എന്നുള്ള സ്റ്റേഷനാണ്. വാഷ് ബേസും കിടക്കണുണ്ടോ? ഇതിൻ്റെ ആ ഡസ്റ്റ്ബിൻ അല്ല, വേസ്റ്റ് ബിൻ ഇരിക്കണുണ്ടോ? പൊളിഞ്ഞിരിക്കണം. പക്ഷെ എൻ്റെ പൊന്നെ, ജഹാനാബാദ് എന്ന് പറഞ്ഞ സ്റ്റേഷനെത്തി. 1:55 സമയം. ഇങ്ങനെ തന്നെ പോട്ടെ, കുറച്ചും കൂടി വൈകിക്കോട്ടെ, കുഴപ്പമില്ല. തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. സുഖമായിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. കോഡർമ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇത്. ഏകദേശം റാഞ്ചി അടുത്തെത്താറായി. ഒരു 8:45 കൂടി നമ്മൾ റാഞ്ചിയിലെത്തും. മൂടൽമഞ്ഞാണ്, നല്ല മൂടൽമഞ്ഞാണ്. അതൊന്നും വകവയ്ക്കാതെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒന്നും കാണുന്നില്ല. വിസിബിലിറ്റി നിയർലി 0. ഇനി വരാനുള്ള സ്റ്റേഷൻ മുരി ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാൽ റാഞ്ചി. കോട്ട്ഷില ജംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റേഷൻ്റെ പേര്. കോട്ട്ഷില. സമയം ഇപ്പോൾ 7:34. അപ്പുറത്തേക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഡെവലപ്മെൻറ്റ് പ്രോസസ് എന്തോ ആണ്. ഓൾറെഡി കേൾക്കുന്നുണ്ട്, പക്ഷെ വണ്ടി കാണുന്നില്ല. അവിടെ ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മങ്ങിയ തരത്തിലേ കാണാൻ പറ്റുന്നുള്ളൂ. ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടി ആദ്യം എഴുന്നേറ്റപ്പം ഞാനൊന്ന് ഞെട്ടി. നമ്മുടെ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. പിന്നെ ഞാൻ വേഗം എടുത്ത് ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇന്ന് കുറച്ചും കൂടി ദൂരം കൂടി ഉണ്ട് നമ്മുടെ റാഞ്ചി എത്താൻ വേണ്ടി മനസ്സിലായത്. ജലീദ സ്റ്റേഷൻ്റെ പേര് ജലീദ. മൂടൽമഞ്ഞിന് ഒരു കുറവുമില്ല. അത് അസല മൂടൽമഞ്ഞാണ്. ശാലിത. അവിടെ ആ ഓട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോകളുണ്ടല്ലോ. നമ്മളിപ്പോൾ മുരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:30 ഇനി ഏകദേശം 1 മണിക്കൂറോളം വേണ്ടിയുണ്ട് നമുക്ക് റാഞ്ചി എത്താൻ. മുരിയിൽ 2 മിനിറ്റായിരുന്നു ഹാൾട്ട് ഉണ്ടായിരുന്നത്. വണ്ടി എടുത്തു. ഒത്തിരി വൈകിട്ടൊന്നുമില്ല. പക്ഷേ 2-3 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ അത്രയും
സുഖമായിരുന്നേനെ, നമുക്ക് എളുപ്പമായിരുന്നേനെ. തണുപ്പ് അസഹനീയ കേട്ടോ. 11 വർഷത്തിന് ശേഷം വീണ്ടും റാഞ്ചിയിൽ എത്തിയിരിക്കുകയാണ്. 9:30 കഴിഞ്ഞപ്പോൾ നമ്മൾ റാഞ്ചിയിലെത്തി. റാഞ്ചി സ്റ്റേഷൻ കണ്ടോളൂ. ഹതിയ ഇസ്ലാംപൂർ, ന്യൂഡൽഹി. നമ്മൾ വന്ന ട്രെയിൻ ഇവിടെ കിടക്കുന്നത് കണ്ടോളൂ. ഒരു വിജയരാധയിൽ കിടക്കുന്ന സ്റ്റേഷൻ, അവിടെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ട്രെയിൻ, അതിൽ കയറിയുള്ള യാത്ര. ഇനിയും കിടക്കുന്നു 3-4 മണിക്കൂർ. അത്രയും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സമയം ചിലവഴിക്കാം. അവിടെ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. അങ്ങനെ പല പല കായിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ. ബുക്ക് ചെയ്യുമ്പോൾ RAC ആയിരുന്നു. ഇപ്പോൾ S6-55 സൈഡ് ലോവർ ബർത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ ആരോ തീ കേട്ടിട്ടുണ്ടല്ലോ, എന്തോ കുക്ക് ചെയ്യണതാ. റെയിൽവേ സ്റ്റേഷന് തീയിടുകയാണോ? പബ്ലിക് ബാത്റൂമാണ്. 10 രൂപയാണ് മേടിക്കുന്നത്. പക്ഷെ 10 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വൃത്തി വേണ്ടേ? എന്ത് ചവറ് സ്ഥലമാണതാവോ. അവിടെ റിലാക്സിങ് റൂമൊക്കെ ഉണ്ട്, പക്ഷെ പൂട്ടിക്കിടക്കുക. ഇതുപോലെ കുത്തിപ്പൊളിച്ച് കിട്ടാൻ കൊണ്ടായിരിക്കും. നമ്മളിരുന്നിടത്തൊക്കെ നിറയെ കൊതുക. അകത്തുപോലെ ഇരിക്കാൻ പറ്റും നോക്കാം. ഫാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ കിടന്നാൽ മതി. ഇവിടെയൊന്നും ഫാനും ഇല്ല, ഒന്നുമില്ല. കേട്ടോ, നമ്മുടെ ട്രെയിൻ 176 9:20 സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന്. കൂടി 3 ട്രെയിൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. കൊതുക് എവിടെ ഇരുത്തണില്ല. ഫുൾ കൊതുകത്ത് കടിച്ച് ആകെ കാലൊക്കെ ഒരു ഇതായി. ദൈവമേ, വല്ല അസുഖം പിടിക്കായിരുന്നാൽ മതി. ഞാൻ ആദ്യം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നപ്പോൾ നിറച്ചും കൊതുകായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടെയും കൊതുക്. നമ്മുടെ ട്രെയിനിൻ്റെ പേര് കമ്പൻ എക്സ്പ്രസ് എന്നാണ് കേട്ടോ. ചെന്നൈ എക്സ്പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്, കമ്പൻ എക്സ്പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആൾക്കാർ കയറി ഇരുന്ന് കഴിഞ്ഞു. പക്ഷേ ലൈറ്റൊന്നുമില്ല അവിടെ, പവർ ഓൺ ചെയ്തിട്ടില്ല. ഇതിൽ 5 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അൺറിസർവ്ഡ്. 13 സ്ലീപ്പർ കോച്ചും 2 തേർഡ് AC-യും 1 സെക്കൻഡ് AC-യാണ്. ഈ ഓവർ ബ്രിഡ്ജിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുക. പക്ഷേ ട്രെയിനൊന്ന് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് കയറി ഇരിക്കായിരുന്നു, ഫാനൊക്കെ ഇട്ട്. ഇതത് ഓപ്പൺ ചെയ്യണമില്ല. ലോക്കോ പൈലറ്റൊക്കെ വന്നിട്ട് വേണമായിരിക്കും. നമ്മുടെ ബെർത്ത് ലോവർ ബെർത്താണ്, സൈഡ് ലോവർ ബെർത്ത് 55. വാഷ് ബേസിൻ ഇവിടെ ആരാണ്ട് വേസ്റ്റ് തൊട്ടിട്ടുണ്ട്. ഇന്ത്യനാണ്. ട്രെയിൻ കോച്ചിൻ്റെ ഇയറൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ ട്രെയിൻ അതാ കരകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ മതിയല്ലേ ഇത്. അങ്ങ് ദൂരെ കുറേ പ്രകാശങ്ങൾ കാണുന്നുണ്ട്. റോഡാണോ? റോഡല്ലല്ലോ. അവിടെ എന്തോ ഒരു ബിൽഡിങ്ങും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. എവിടെന്നെങ്കിലും കിട്ടുമാവോ? രാത്രി 9:30 ആയി. ഓയിൽ ടാങ്കായിരിക്കും. നാഗൂർ സ്റ്റേഷനെത്തി. ഇവിടെ നിന്ന് കുറേ പേര് കയറാനുണ്ട്. ഇതൊക്കെ ഉണ്ടോ നാഗൂർ? ഞാൻ പറഞ്ഞില്ലേ ഒരു ദർഗ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളായിരിക്കും കൂടുതൽ ഇവിടെ നിന്നുള്ളത്. ഈ ദർഗ ഭയങ്കര ഫേമസാണ്. അത് എന്താ പറയുക, മതങ്ങളുടെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരല്ല, എല്ലാവരും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസൊക്കെ വരുന്നൊരു സ്ഥലമാണത്. ഇത് കുറച്ചും കൂടി ആളനക്കവും വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ്. ഇനി നല്ല ബഹളമായിരിക്കും ട്രെയിനിൽ. അന്നേരം നല്ല സ്വസ്ഥതയോടുകൂടി വന്നതാണ്. ട്രെയിൻ നാഗൂരിൽ നിന്നും എടുത്തു. കുറേ പേര് കയറി. നമ്മുടെ കോച്ചിലും കുറേ പേര് കയറിയിട്ടുണ്ട്. അതാരത്? ഒരു വെള്ള വസ്ത്രധാരി. ആരൊക്കെ ഓടുന്നുണ്ടല്ലോ. ഈ ട്രെയിനൊന്നും ഇല്ലല്ലോ. നമ്മൾ നല്ലൊരു കർവ് ആണ്. കർവിൽ കൂടെ പോയി നമ്മൾ നാഗപട്ടണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തും.
അവിടെ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു. നാഗപട്ടണം. അയ്യോ, എന്തോരം ആൾക്കാരവിടെ. ഈ ട്രെയിനിലേക്ക് വേണ്ട, ട്രെയിനിൽ കയറാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. ആകെ ഒരേ ഒരു ട്രെയിനുള്ളൂ ഈ റൂട്ടിൽ. ഇപ്പോൾ ട്രെയിൻ നിറയും. ആഹാ, ഇവിടെ നല്ല ലൈറ്റുണ്ട്. ഇതെവിടെയെങ്കിലും നിർത്തണില്ലേ? പോകുവാണല്ലോ. വണ്ടി ചവിട്ടി ബ്രേക്ക് പിടിച്ചു. അതാ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. S5 S6 അല്ലേ ഇത്? കമ്പൻ എക്സ്പ്രസ്. കണ്ട ഒരു പട്ടി, അതിൻ്റെ പൂടൊക്കെ പൊങ്ങിയിരിക്കണ പോലെ. ഞാൻ വിളിച്ചപ്പോൾ വന്നതാ. നാഗപട്ടണത്തിൽ നിന്നും നമ്മൾ ട്രെയിൻ എടുത്തു. വിചാരിച്ച പോലെ ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ എവിടെ കിട്ടാനാ? ഏതോ മലമൂട് സ്റ്റേഷനിൽ കൂടെയൊക്കെയാണ് ട്രെയിൻ പോകുന്നത്. ആദ്യം കരയ്ക്കൽ നിന്ന് കുറേ സൗത്തിലേക്ക് ഇങ്ങ് വരും നാഗപട്ടണം. പിന്നെ അതുകൊണ്ട് തിരിച്ച് ടേൺ ചെയ്ത് പിന്നെ നോർത്തിലേക്ക് പോകും. എന്നിട്ട് മയിലാടുതുറ അങ്ങനെ എന്തൊക്കെയോ സ്ഥലങ്ങൾക്ക് വേണ്ടി ചെന്നൈ പോകും. തിരുവരൂർ ജംഗ്ഷൻ ആകാറായി. എല്ലാവരും ഭയങ്കര ശബ്ദം. അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം ഇന്ന് ഫുഡ് കഴിച്ച് കിടക്കണോ ഫുഡ് കഴിക്കാതെ കിടക്കണമെന്ന്. തിരുവരൂർ ജംഗ്ഷൻ എത്തി. അങ്ങനെ വെട്ടം വിളിച്ചൊന്നും ഇല്ലേ? റെയിൽവേ പോലീസിൻ്റെ സ്റ്റേഷൻ. ഇവിടെയും പ്രതീക്ഷയില്ല. തിരുവരൂർ ജംഗ്ഷൻ ഇന്ന് പട്ടിണി. അടിപൊളി. ഇതാണ് ഇമാതിരി റൂട്ടിൽ കൂടെ വന്നാലുള്ള കുഴപ്പം. ഏത് പ്ലാറ്റ്ഫോമാണോ? പ്ലാറ്റ്ഫോം നമ്പർ 1 ആണോ 3 ആണോ 4 ആണോ? തിരുവാരൂർ. തിരുവാരൂർ. ഒന്ന് 6 7 6. ഫുഡായിട്ട് ദിൽഖുഷ് എന്ന് പറഞ്ഞ സാധനം മേടിച്ചു. അപ്പം അത് കഴിച്ചിട്ട് വിശപ്പടക്കാം. ഇവിടുന്ന് വന്ന വഴി തിരിച്ചു പോകല്ലേ? വന്ന വഴി തിരിച്ചല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് എൻജിൻ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റും. ലോക്കോ മാറ്റുന്നത്. അതാണ് ഇവിടെ ടൈം ഇത്ര എടുക്കുന്നത്. അങ്ങനെ ട്രെയിൻ തിരുവരൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു. ചെങ്കൽപ്പേട്ട്, താമ്പരം, എഗ്മോർ. അങ്ങനെയാണ് നമ്മുടെ റൂട്ട് പോകുന്നത്. ഒരു പരിപാടി ആയിപ്പോട്ടോ. ഞാൻ ഇങ്ങനെ സുഖമായിട്ടിരുന്നതാണ്. ഈ കാറ്റ് വീണ് ആ സൈഡിലല്ലേ വരുള്ളൂ. ഇതിപ്പോൾ കേരളം എന്ന് പറഞ്ഞു. കേരളം ജംഗ്ഷൻ അവിടെ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ലാത്ത കണ്ട അവിടെ പുല്ലൊക്കെ വളർന്നു പ്ലാറ്റ്ഫോമിൽ. മയിലാടുതുറ ജംഗ്ഷനെത്തി. ഇത് വലിയ സ്റ്റേഷനാണ്. പക്ഷെ ആ പ്ലാറ്റ്ഫോമിൽ ആരുമില്ലല്ലോ. തീർന്നോക്കാം.
வண்டி 5வது பிளாட்பாரத்திலிருந்து புறப்படும் நேரம் இது. ട്രെയിൻ കിടക്കുന്നുണ്ട്. താമര ആവാറായി. അരമണിക്കൂർ ചെന്നൈയിലുണ്ട്. താമ്പരം റെയിൽവേ സ്റ്റേഷനെത്തി. ഫസ്റ്റ് ക്ലാസ് ആൻഡ് ലേഡീസോ? നമ്മൾ വന്നിറങ്ങിയ ട്രെയിൻ ചെന്നൈ എഗ്മോറിലെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 6. യദകുമാരി സ്റ്റേഷൻ്റെ പേരാണ്. നമസ്കാരം, ട്രിപ്പിൾ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് യശ്വന്ത്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമ്മൾ മംഗലാപുരത്തേക്കുള്ള ട്രെയിനിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സമയം 6:30 ആവാറായി. 7 മണിക്കാണ് ട്രെയിൻ. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് നോക്കട്ടെ. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 5. ട്രെയിനൊന്നും വന്ന് കിടക്കുന്നില്ലല്ലോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ. രാവിലെ തന്നെ സ്റ്റെപ്പൊക്കെ കയറി വിഷമിക്കണു. സ്റ്റെപ്പ് കയറിയല്ല, ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ട്രെയിനിൻ്റെ എഞ്ചിനല്ലേ ഇത്? എഞ്ചിനാണോ? ഇതാ ട്രെയിൻ തന്നെയാണല്ലോ. വിസ്താഡോംസ് ഇതൊക്കെ ഉണ്ട്. അത് AC നമ്മുടെ വന്ദേ ഭാരതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സീറ്റ് ഉണ്ടല്ലോ, അതുപോലെ. അത് എഞ്ചിനല്ല, ഇതാണ് വിസ്താഡോ അങ്ങനെയാണെന്ന് തോന്നുന്നു.
നമ്മുടെ വന്ദേ ഭാരതിൽ കാണുന്ന പോലത്തെ സീറ്റുകൾ അറേഞ്ച്മെൻ്റ് ഉള്ളത്. നമ്മൾ പിന്നെ അതിലല്ല ബുക്ക് ചെയ്തത്. ഞാൻ സെക്കൻഡ് സിറ്റിങ്ങിലാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ AC കോച്ചിലൊക്കെ ആണെങ്കിലേ സംഭവം വലിയ ഗ്ലാസ്സൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ D3 ആണ്. കാർവാർ എക്സ്പ്രസ്, മംഗളൂരു യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ്. ഇത് നോർമൽ AC ചെയർ കാർ. ഇതിൻ്റെ വിൻഡോ സാധാ നമ്മുടെ ട്രെയിനിലൊക്കെ കാണുന്ന പോലെ. D3 കണ്ടെത്തി നമ്മൾ സീറ്റിൽ വന്നിരിക്കുക. മഴ പെയ്തു തുടങ്ങി. ഈ റൂട്ടിൽ സക്ലേഷ്പൂർ തൊട്ട് സുബ്രഹ്മണ്യ വരെയാണ് നല്ല കാഴ്ചകളുള്ളത്. അവിടെയാണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്സിൻ്റെ ഇടയിലൂടെ ട്രെയിൻ പോകുന്നത്. അങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. സക്ലേഷ്പൂരിൽ നിന്ന് സുബ്രഹ്മണ്യം വരെ 58 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു യാത്രയിൽ നമ്മൾ 58 ടണൽ, 109 ബ്രിഡ്ജ്, 25 വാട്ടർഫാൾസും കവർ ചെയ്യുന്നുണ്ട്. യശ്വന്ത്പൂരിൽ നിന്ന് 14ാമത്തെ സ്റ്റേഷനാണ് മംഗളൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ യാത്രയിൽ ഹസൻ, സക്ലേഷ്പൂർ, സുബ്രഹ്മണ്യ റോഡ്, ബന്ദാവാല അങ്ങനെ കുറേ സ്റ്റേഷൻസൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് 7 മണിക്ക് തന്നെ എടുത്തു. ഷാർപ്പ്. ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സഹ്യാദ്രി മലനിരകളുടെ ഇടയിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ അതിന് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് യശ്വന്ത്പൂരിൽ നിന്നും, അതായത് ബാംഗ്ലൂരിലുള്ള യശ്വന്ത്പൂരിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള ട്രെയിനാണ്. അതിന് ട്രെയിൻ ചാർജ് വരുന്നത് കൺവീനിയൻസ് ഫീ ഉൾപ്പെടെ 167 രൂപയാണ് സെക്കൻഡ് സിറ്റിങ്ങിന്. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് AC ചെയർ കാറോ അല്ലെങ്കിൽ വിസ്താഡോ കോച്ചോ നമുക്ക് ബുക്ക് ചെയ്യാവുന്നുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സക്ലേഷ്പൂര എന്ന സ്ഥലത്തു നിന്നും സുബ്രഹ്മണ്യ റോഡ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് നല്ല കാഴ്ചകൾ ലഭിക്കുന്നത് സഹ്യാദ്രി മലനിരകളുടെ. അത് ഏകദേശം ഒരു 3 മണിക്കൂറത്തെ യാത്രയുണ്ട്. ആ യാത്രയിൽ ട്രെയിൻ വളരെ വേഗത കുറച്ചായിരിക്കും പോകുന്നത്. കാരണം വളരെ വളവുകളും ടണലും ഈ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ള ഒരു ട്രെയിൻ റൂട്ടാണത്. യശ്വന്ത്പൂരിൽ നിന്ന് 9 മണിക്കൂറത്തെ യാത്രയുണ്ട് മംഗലാപുരത്തേക്ക്. ഇത് ശരിക്കും കാർവാർ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. നമുക്ക് മംഗലാപുരം വരെ പോയാൽ മതി. വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രതലമാണ്, ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ. തെങ്ങിൻ തോപ്പുകളും അടയ്ക്കാമരവും വാഴയൊക്കെ ആയിട്ട് കൃഷിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഏതോ ഒരു സ്റ്റേഷൻ. ഏതോ ഒരു സ്റ്റേഷനല്ല, ഇത് ഹസനാണ്. ഹസൻ. ഇനിയും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുള്ളൂ. സക്ലേഷ്പൂർ. കണ്ടിട്ട് വലിയ മനുഷ്യവാസമുള്ള സ്ഥലം തോന്നുന്നില്ല. ഏതോ കാടിൻ്റെ നടുക്കൊരു ബല്ലുപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്നത് ഹേമാവതി നദിയാണ്. ഇനി അങ്ങോട്ട് ട്രെയിനിൻ്റെ വേഗത കുറയും. ഒരു കുറഞ്ഞ വേഗതയിലായിരിക്കും ട്രെയിൻ സഞ്ചരിക്കുക.
ಕರ್ಕೊಂಡೋಗ್ರಿ ಹಿಂದಲ್ಲಿ ಮುಚ್ಕೊಂಡಿದೀವಿ ನೋಡೋಣ. ಮೊಬೈಲ್ ಸರ್ ಮೊಬೈಲ್ ಮನೆಯವ್ರಿಗೆ ಬರಲ್ಲ. ಚಿಕ್ಕಪಟ್ಟಿದ್ದಾಗೆ ಅವ್ರ ಅಪ್ಪ ಇಡ್ಲಿ ವಡೆ ಮೈಸೂರು ವಡೆ ತೊಡೆ ನಾವು ಅಡ್ಡೆ ಹೇಳಿದ್ವಿ ಮೇವು ಬಂದಿಲ್ಲ ಅದನ್ನೇ ಗೊತ್ತಾಗಿ ಫುಲ್ಲು ಜನ ಸದ್ಯಲ್ವೋ ಗೊತ್ತಾಗಬೇಕು ಇನ್ನೂ ಸ್ಥಳ ನಮ್ಮದ್ರ ಇವರೆಲ್ಲ ಇಳಿಯಕ್ಕಲ್ಲ ಹೌದು ಹೋಗ್ಬೋದು ನಾವು ಇಳಿಬೋದು ಈಗ ಹೋಗ್ಬೋದು ಆದರೆ ಅಲ್ಲೇನೋ ಅದ್ರೊಳ್ಳೆ ನೀರೇನೋ ರೀತಿನ ಜೋರಾಗಿ ಅಲರ್ಟ್ ಮಾಡ್ತೀವಿ. ಒಳ್ಳೆ ಕುಡ್ಕ ಓ
യഥകുമാരി സ്റ്റേഷൻ്റെ പേരാണ്. വളരെ വിജനമായൊരു സ്റ്റേഷനാണ്. മലനിരകളുടെയും കാടിൻ്റെയൊക്കെ നടുക്കൊരു റെയിൽവേ സ്റ്റേഷൻ. എന്താല്ലേ വൈബ്. നല്ല മഴക്കാറുണ്ട്. എവിടെയെങ്ങാണ്ട് നിർത്തിയേക്കുക. ആൾക്കാരൊക്കെ പുറത്തിറക്കുന്നുണ്ട്. നമ്മളങ്ങനെ സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലെത്തി. സഹ്യാദ്രി മലനിരകളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് നോർമൽ ട്രെയിൻ റൂട്ടായിരിക്കും. അവിടെ ബസ് സ്റ്റാൻഡൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം വലിയ സ്ഥലമാണെന്ന് തോന്നുന്നു. അത്ര ചെറിയ സ്റ്റേഷനൊന്നും അല്ല. നീളമുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന സൈഡിൽ മഴയാണോ കാർമിക അങ്ങോട്ടാ കാണുന്നത്. നല്ല മഴയാ.
അങ്ങനെ സുബ്രഹ്മണ്യം റോഡിൽ നിന്ന് നമ്മളെടുത്തു വണ്ടി. എവിടെയോ നിർത്തിയിട്ടേക്ക് അല്ല, നിർത്തിയിടാൻ പോവുക. സ്റ്റേഷനാണോ? പുതിയ റോഡൊക്കെ കാണുന്നുണ്ട്. കൊള്ളാലോ. ഇത് നേത്രാവതി നദിയാണ്. ബൻഡവാല സ്റ്റേഷനാണ്. ഇനി അടുത്ത സ്റ്റേഷൻ മംഗലാപുരം സ്റ്റേഷനാണ്. നമ്മളങ്ങനെ മാംഗ്ലൂർ ജംഗ്ഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളിപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. ഹലോ എവരിവൺ, നമ്മളിപ്പോൾ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മൾ ഇന്ന് സെക്കൻഡറാബാദിൽ നിന്ന്, അതായത് തെലങ്കാനയിലെ സെക്കൻഡറാബാദിൽ നിന്ന് ബാംഗ്ലൂർ പോവാണ്. 2 ട്രെയിൻ കയറിയാണ് പോകുന്നത്. ഒന്ന് സെക്കൻഡറാബാദിൽ നിന്ന് വികാരാബാദ് വരെയുള്ള ഒരു ട്രെയിൻ. വികാരാബാദിലേക്കുള്ള ട്രെയിൻ 12:55-നാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്കൂറിനടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ട്രെയിൻ ലേറ്റ് ആണെന്ന് തോന്നുന്നു. 1:30 എഴുതി വെച്ചേക്കണേ. പ്ലാറ്റ്ഫോം ഇതുവരെയായിട്ട് അസൈൻ ചെയ്തിട്ടില്ല. എവിടെ പോയി വെയിറ്റ് ചെയ്യും. ഒന്നാമത് അകത്ത് അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് കേൾക്കാനും പറ്റില്ല. ആൾക്കാരുടെ ശബ്ദം കൊണ്ടൊക്കെ പലപ്പോഴും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. നമ്മുടെ ട്രെയിനാണ് 18519 വിശാഖപട്ടണം ടു ലോകമാന്യത്തിലേക്ക്. 1:30-ക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 10-ൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1:30-ക്കാണ് ട്രെയിൻ വരുന്നത്. നമ്മുടെ ട്രെയിൻ അതാ വരുന്നു. എത്തിപ്പോയി. നമ്മുടെ ട്രെയിൻ എത്തിപ്പോയി. WAP4 വിശാഖപട്ടണം ലോകമാന്യത്തിലേക്ക്, മുംബൈ. S3 ആണ് നമ്മുടെ. S6 എത്തി. S5, S4 എത്തി. കറക്റ്റ് കൊണ്ടേ നിർത്തൂല്ല. നമ്മുടെ ഇതിലേക്ക് കയറാം. 9 വിൻഡോ സൈഡാണ്. ലോവർ ബെർത്ത്. ഒറ്റയ്ക്ക് സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ അടുത്ത വികാരാബാദിൽ നമ്മൾ ഇറങ്ങണം. ട്രെയിൻ സെക്കൻഡറാബാദിൽ നിന്ന് എടുത്തു. ഓക്കെ, സെക്കൻഡറാബാദിൽ നിന്ന് അങ്ങനെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡറാബാദിൽ നിന്ന് 72 കിലോമീറ്റർ ഉള്ളൂ വികാരാബാദ്. നമ്മൾക്ക് ബാംഗ്ലൂർക്ക്, അതായത് യശ്വന്ത്പൂർക്കുള്ള ട്രെയിൻ വികാരാബാദിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് പോകുന്നത്. സെക്കൻഡറാബാദ് ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ശരിക്കും നല്ല വലിയത്. നമ്മുടെ കേരളത്തിൽ അത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല. 10 പ്ലാറ്റ്ഫോം അങ്ങോട്ടുണ്ട് ഇതിന്. കാരണം നമ്മളിപ്പോൾ കയറിയത് 10th പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ബഗംപേട്ട് എന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പില്ല. എന്നാൽ ഈ സ്റ്റേഷൻസിൻ്റെ ഒക്കെ പേര് ബേഗംപേട്ട്. റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണെന്നാണ് കൺഫ്യൂഷൻ വരുന്നത്. ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതേത് ട്രെയിനാണെന്ന് നോക്കാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വായിക്കാൻ പറ്റില്ല.
ആകെ ഉള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ തന്നെ കാഴ്ച കുറഞ്ഞിരിക്കുക. ഇതുപോലെ മൂവിങ് ലെറ്റേഴ്സൊക്കെ വായിച്ചെടുക്കാനും പറ്റുന്നില്ല. വണ്ടി ഇത് ഇവിടെ കൊണ്ട് നിർത്തിയപ്പോൾ അതെന്താ കച്ചിഗുഡ സെക്കൻഡറാബാദ് എന്താണ് റപ്പല്ലെ ഭദ്രാചലം റോഡ് സെക്കൻഡറാബാദ് റപ്പല്ലെ സെക്കൻഡറാബാദ് വികാരാബാദ് കച്ചിഗുഡ സനാതന നഗർ ഇതെന്തോ സ്റ്റേഷൻ്റെ പേര് ഭാരത് നഗർ അത് തന്നെ. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. എല്ലാം അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എല്ലാത്തിലും താമസക്കാരുണ്ട്. ഏതോ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. വഴി നടക്കുന്ന ഒരു സ്റ്റേഷൻ, പുതിയ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നുണ്ട്. സ്റ്റേഷൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹഫീസ്പേട്ട്. പ്രൂഫിങ് ചെയ്യാനുള്ള കോളം എല്ലാം ഇട്ടിട്ടുണ്ട്. 2:26 നമ്മൾ ലിങ്കംപള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി അടുത്തത് നമ്മുടെ വികാരാബാദാണ്. അവിടെ ഒരു മെമു, ഞാനീ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അത് മെമു ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ ഓടണം. ബിറ്റ്വീൻ ലൈക്ക് എറണാകുളത്തും തൃശ്ശൂരിനും അല്ലെങ്കിൽ എറണാകുളം തിരുവനന്തപുരം, അങ്ങനെ ശരിക്കും ഒത്തിരി ട്രെയിനിൻ്റെ ആവശ്യമുണ്ട് കേരളത്തിൽ. അത്രയ്ക്ക് തിരക്കാണ് ഇപ്പോൾ ലോക്കൽ യാത്രകൾക്ക് വേണ്ടി. ആവശ്യത്തിന് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല. ഇത് കാക്കിനാഡ പോർട്ട് ടു ലിങ്കംപള്ളി ട്രെയിനാണ്. നമ്മൾ ആദ്യം കണ്ടത് MMTS ആണ്, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഏകദേശം 1 മണിക്കൂറോളം ലേറ്റാണ് ട്രെയിൻ. ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിടുന്നുണ്ട്. പിന്നെയും ലേറ്റ്. നമ്മൾ വികാരാബാദ് അടുക്കാറായി. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ വികാരാബാദ് എത്തും. എന്തോ വേസ്റ്റ് ആരോ വലിച്ചെറിഞ്ഞു. 3:31 നമ്മൾ വികാരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. ഈ ട്രെയിൻ ഇപ്പോൾ തന്നെ പോകും. വിശാഖപട്ടണം ടു ലോകമാന്യ തിലക് മുംബൈ. ഇനി നമുക്ക് അടുത്ത ട്രെയിനിന് ഇഷ്ടം പോലെ സമയമുണ്ട്. വൈകിട്ട് 7:55 ഇവിടെ നിന്ന് യശ്വന്ത്പൂരിലേക്കുള്ള ട്രെയിൻ. വികാരാബാദിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അനന്ത പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ട്. അത് ഇത്തിരി ഫേമസ് ആണ്. ഇതാണ് വികാരാബാദ് റെയിൽവേ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ്. 2 പ്ലാറ്റ്ഫോം, 3 പ്ലാറ്റ്ഫോം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വല്ല ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കണം. അതിന് തിരിച്ചു വന്ന വല്ല ജനറൽ വെയിറ്റിംഗ് ഹാളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ റിട്ടയറിംഗ് റൂം ഒന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഈ സ്റ്റേഷനില്ല. ജനറൽ വെയിറ്റിംഗ് ഹാളുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ എന്തൊക്കെയോ തല്ലിപ്പൊളിച്ചിട്ടേക്കാ. നമ്മൾ അവിടെ നിന്ന് ജനറൽ വെയിറ്റിംഗ് ഹാളെന്ന് പറഞ്ഞ് കണ്ടത് ഇതാണ്. അടിപൊളി. ഇവിടെ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, 24 hours. എൻക്വയറി കൗണ്ടറും 24 hours ആണ്. വികാരാബാദ് ജംഗ്ഷൻ. ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കണത് ഇങ്ങനെ ഒരു സ്റ്റേഷനൊക്കെ. അവിടെ അറിയോ സ്റ്റാച്ചു ഉണ്ടല്ലോ. ഓ, അത് BR അംബേദ്കറിൻ്റെ സ്റ്റാച്ചു അല്ലേ. റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലേ അടുത്ത്. ഈ മണികണ്ഠ ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ഊണ് കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. അടുത്ത് പോകാൻ വല്ല സ്ഥലങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഈ പോകുന്നത് വിശാഖപട്ടണം ലോകമാന്യ തിലക്, അതിൻ്റെ 3rd AC. ഇതും 3rd AC അല്ലേ. ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തോ? ഇല്ലല്ലോ അല്ലേ. സ്റ്റേഷൻ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ട്രെയിനിൻ്റെ ടൈമായി 7:40. പക്ഷേ ട്രെയിൻ 10 minutes അങ്ങനെ ലേറ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണോ വന്നേ എന്ന് എനിക്കറിയില്ല.
ഒരു ഗുഡ്സ് ട്രെയിൻ, ഗുഡ്സ് എന്നാണ് പറയണത്, കൽക്കരി ട്രെയിൻ. കൽക്കരിയല്ലേ കൊണ്ടുപോകുന്നത്. ഈ അനൗൺസ്മെൻറ്റിന് മുമ്പ് എന്തിനാണ് ഈ പരസ്യം? അത്രയ്ക്ക് ദരിദ്രമാണ് ഇന്ത്യൻ റെയിൽവേ. നമ്മുടെ ട്രെയിനെ കുറിച്ച് പറയണേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഇവിടെ വെച്ച് എന്തോ റിവേഴ്സൽ, കോച്ച് റിവേഴ്സൽ അങ്ങനെ എന്തോ ഉണ്ട്. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. നമ്മുടെ B3 ആണ്. B1 വരെ എഴുതി കാണിച്ചിട്ടുള്ളൂ. B3 എവിടെയാണെന്ന് അറിയില്ല. ഇത് തന്നെയാണ് സംഭവം. ദീൻ ദയാലു B3, S1, S2, S3 ആയി. ഇപ്പോൾ എവിടെയാണാവോ? എനിക്ക് തോന്നുന്നു കുറച്ചങ്ങോട്ട് നടക്കേണ്ടി വരും. അവിടെ ഒന്നും ഡിസ്പ്ലേ ഇല്ല. S5 വന്നു. S7 കഴിഞ്ഞാൽ പിന്നെ B1 അല്ലേ? അല്ലല്ല, B1 അല്ല, HA1 അല്ല, HA1 അല്ല, A1. അത് A2. ശരി, എന്തൊക്കെയാണാവോ? A2, A1, HA1, B1. അയ്യോ, നമ്മളിത് അങ്ങോട്ട് ഇരുട്ടത്ത് നടക്കണം. ചേട്ടാ, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. B2, B3 കൂരാക്കൂരി ഇരുട്ടിൽ. B3 ഉണ്ടോ? സൈഡ് ബെർത്തിൽ പവർ പോയിന്റ് ഇല്ല. അത് മഹാലമ്പ് പരിപാടിയായി പോയി. വലിയ കുഴപ്പമോ അഴുക്കൊന്നും ഇല്ലാത്ത ഗ്ലാസ് ആയിരുന്നു, പക്ഷേ പവർ പോയിന്റ് ഇല്ല. അത് മഹാലമ്പായി പോയി. ട്രെയിൻ പോസ്റ്റാക്കിയിരിക്കുകയാണല്ലോ. ഒത്തിരി നേരമായി, അരമണിക്കൂറോളമായി. നമ്മുടെ ട്രെയിൻ അങ്ങനെ 9:20 എടുത്തു. ഏകദേശം അരമണിക്കൂറായി ഇവിടെ. ട്രെയിൻ ഇവിടെ നിന്നല്ലേ വന്നേ? അങ്ങോട്ട് തന്നെയാണല്ലേ പോണേ? ഓ, അതാണ്. എൻജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, കോച്ച് പൊസിഷനും മാറും. വന്ന അതേ വഴി കൂടെ തന്നെ തിരിച്ചു പോകണം. എന്നിട്ടായിരിക്കും അങ്ങോട്ടേക്കും വളഞ്ഞ് യശ്വന്ത്പൂരിലേക്ക് പോകുന്നത്. വികാരാബാദ് ജംഗ്ഷൻ, വികാരാബാദ്. ഇനിയിപ്പോൾ എന്തായാലും കയറി കിടന്ന് ഉറങ്ങാം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതോ ഇനി അടുത്ത സ്റ്റേഷൻ വരെ മാത്രം ലേറ്റായി. 10 മണി കഴിഞ്ഞപ്പോൾ തണ്ടൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇതും പണിയൊക്കെ നടക്കുന്ന സ്റ്റേഷനാണ്. വെട്ടോ വെളിച്ചൊന്നുമില്ല. ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ട്രെയിൻ കൊണ്ട് നിർത്തിയത് ഏതാണ്ട് ഇരുട്ടത്താണ്. 10:38 നമ്മൾ സെഡം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയൊക്കെ ആയിരിക്കും അതിന് പ്രൊനൗൺസിയേഷൻ. എക്സാക്റ്റ്ലി ആയിട്ട് അറിയില്ല. ആ വണ്ടി ഹോൺ അടിച്ച് ഇപ്പം തന്നെ എടുക്കുമായിരിക്കും. 11:10 നമ്മൾ ചിറ്റാപൂരിലെത്തി. ഇപ്പോൾ കർണാടകയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 8 മണിക്ക് യശ്വന്ത്പൂരിൽ വന്നിറങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി, ഞാൻ മാത്രമേ ഉള്ളൂ വെറുത്തിൽ മറ്റേ കോച്ചിൽ. നമുക്കിവിടെ എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് മെട്രോയിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം. ഇവിടെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെ മാർക്കറ്റ് സൈഡ് എൻട്രി ഈസ് ക്ലോസ്. പ്ലീസ് യൂസ് മെട്രോ സൈഡ് എൻട്രി, പ്ലാറ്റ്ഫോം നമ്പർ 1. അവിടെ എഴുതി വെച്ചിട്ട് എന്താണ് പ്ലാറ്റ്ഫോം നമ്പർ 6 കൂടെ ഇറങ്ങണമെന്ന്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതേ ഇവിടെ കണ്ടോ. എൻട്രി ടു യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ ത്രൂ പ്ലാറ്റ്ഫോം സൈഡ് ഈസ് ക്ലോസ് ഫോർ റീഡെവലപ്മെന്റ് വർക്ക്. പാസഞ്ചേഴ്സ് റിക്വസ്റ്റ് ടു യൂസ് എൻട്രി ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 6 സൈഡ് നിയർ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ. ഞാൻ നോക്കുന്നത് വെയിറ്റിംഗ് റൂം എവിടെയാണെന്നാണ്. അങ്ങനെ കുറച്ച് നേരം പോയി അവിടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അതാ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ, യശ്വന്ത്പൂർ ജംഗ്ഷൻ. നമുക്കിനി കുറച്ചങ്ങോട്ട് നടക്കണം മറ്റേ മെട്രോ സ്റ്റേഷൻ എത്താൻ. അപ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കാം.
അവിടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ അടുത്ത കൂടെ കണ്ടാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നമ്മൾ ഏതോ ഗുദാമിൽ കൊണ്ടുപോയി നമ്മുടെ ട്രെയിൻ കൊണ്ട് നിർത്തിയത്.